ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1141 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഇപ്പം നോക്കിയാൽ ഓറസ്റ്റ് കൊട്ടാരത്തിലെ സ്ട്രോ ഹാറ്റ്സിൻ്റെ എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാമി റോഡും ഒക്കെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നാമി ആണെങ്കിൽ കിടന്ന ആകെ ബഹളമാണ്. വല്ല ജയന്റ് ലെവലിലുള്ള ഡയമണ്ടോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോന്ന് അറിയാൻ ആ ജയന്റ് കൊട്ടാരം മുഴുവൻ ഞാൻ അരിച്ചു പിറക്കി. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം തന്നെ അതായിരുന്നു. അല്ലാതെ ഈ ലോക്കി അഴിച്ചു വിടുന്നതിലും അതിലൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ആകെ ബഹളം. അപ്പൊ റോഡ് ഇങ്ങനെ പറയുന്നുണ്ട്, നാമിട്ടാസോ ഒന്ന് പതുക്കെ ഇങ്ങനെ ഉറക്കെ ഇതൊന്നും വിളിച്ചു പറയല്ലേ എന്ന്. ഇപ്പൊ നോക്കിയാൽ നാമി റോഡും ആ ഒരു ബോട്ടിലാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബോട്ടിനുള്ളിൽ അവിടുത്തെ ആ പരിക്ക് പറ്റിയ ജയന്റ് ഗാർഡ്സിനെ അവരെടുത്തിട്ടുണ്ട്. അപ്പൊ നാമി അവിടെ ഇരുന്ന് ഈ ലോക്കിയെ പറ്റി നിധിയെ പറ്റിയൊക്കെ പറയുന്ന ഓമാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഉടനെ റോഡ് പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ സ്ട്രെയിൻ എടുക്കണ്ട, റിലാക്സ് ആയിട്ട് കിടന്നോ എന്നൊക്കെ പറയുന്നു. നാമി ആണെങ്കിൽ വീണ്ടും അവിടെ ഇരുന്നിട്ട് ആ നിധി കിട്ടിയില്ലെന്നും പറഞ്ഞ് വായിട്ടല്ലച്ചോണ്ടിരിക്കുകയാണ്. ഉടനെ റോഡ് പറയാണ്, നാമിട്ടാസ് ഒന്ന് നിർത്ത്, ഇപ്പൊ തന്നെ കുറെ ആയി ഇന്ന്. ഇപ്പൊ ട്രഷർ ട്രീ യാദം കാണാൻ പോയിട്ടുള്ള ഫ്രാങ്കിയെ റിപ്ലൈ ആണ് കാണിക്കുന്നത്. ഫ്രാങ്കി പറയുന്നുണ്ട്, ഇവിടെ ഇത്രയും കിടില സ്ഥലങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല എന്ന്. റിപ്ലൈ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ആദം ട്രീയുടെ ഓരോ കൊമ്പുകളിലാണല്ലോ ജീവിക്കുന്നത്. ഓരോ കൊമ്പിന്റെ മുകളിലും ഓരോ വില്ലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മരക്കൊമ്പിനും ഒരു വലിയ പഴയ ചരിത്രം പറയാനുണ്ടാവും. അപ്പൊ താഴെ മുറിച്ചു മാറ്റിയ ഒരു വലിയ മരക്കൊമ്പ് കാണുന്നുണ്ട്. ഉടനെ ഫ്രാങ്ക് ചോദിക്കുന്നു, അയ്യോ അതെന്താ ആ കൊമ്പ് അങ്ങനെയെന്ന്. അപ്പൊ റിപ്ലൈ പറയുന്നു, ആ മരക്കൊമ്പിന്റെ അറ്റത്ത് ഹോഗൻ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ടായിരുന്നു പണ്ട്. ഒരു ദിവസം ആ കൊമ്പിൽ ഒരു ഇടിമിന്നൽ അടിച്ചിട്ട് അവിടെ ഭയങ്കര തീപിടുത്തം ഉണ്ടായി. കൊമ്പിന് വളരെ പഴക്കം ചെന്നതായതുകൊണ്ട് തീ അണയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോ തീ കൂടുതൽ കൊമ്പുകളിലേക്ക് പടർന്നു പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ആ കൊമ്പ് മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന് റിപ്ലൈ പറയുന്നു. അപ്പോൾ ഫ്രാങ്കി പറയുന്നുണ്ടോ, അത് നിങ്ങൾക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഡിസിഷൻ ആണെന്ന് ഒരു സംശയവും ഇല്ല. അപ്പോൾ ആദം ട്രീക്ക് പഴക്കം ചെന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലേ എന്ന്. റിപ്ലൈ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽബാഫിന്റെ രണ്ട് വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് തീപിടുത്തം, പിന്നൊന്ന് ഇടിമിന്നലേശുന്നത്. ഇപ്പൊ നമ്മളെ പാർട്ടി നടക്കുന്ന പടിഞ്ഞാറൻ വില്ലേജ് കാണിക്കുന്നുണ്ട്. ഉസോപ്പ് ആണെങ്കിൽ അടിച്ച് കിണ്ടിയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഉസോപ്പ് ചോദിക്കുന്നുണ്ട്, നീ എവിടെ ആയിരുന്നു നാമി? ലൂഫി സോറോയൊക്കെ എന്ത് ചെയ്യും? അവരെയൊന്നും കാണാനില്ലല്ലോ. അവർ ഈ എൽബാഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും എന്ന് നാമി പറയുന്നുണ്ട്. ഉടനെ ഉസോപ്പ് പറയുന്ന, എന്നാ കുഴപ്പമില്ല എന്ന്. പിന്നെ ഉസോപ്പ് ജാറൂളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഹേ ജാറൂൾ, ദേ ഇതാണ് ഞങ്ങളുടെ ജീനിയസ് ആയിട്ടുള്ള നാവിഗേറ്റർ നാമി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്ന് നാമിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ജാർലു പറയുന്നുണ്ട് നാമി ഭയങ്കര സുന്ദരിയാണെന്ന്. ഉടനെ ഉസോപ്പി ചോദിക്കുന്നുണ്ടോ, കള്ളക്കളവാ, തനിക്ക് ഏത് ടൈപ്പ് പെണ്ണുങ്ങളെ ഇഷ്ടമെന്ന്. ഉടനെ ജാർലു ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, എനിക്ക് എന്നേക്കാളും പ്രായം കൂടിയ പെണ്ണുങ്ങളെ ഇഷ്ടമെന്ന്. ഉടനെ ഉസോപ്പ് ചാടി ആ ജാർലുവിന്റെ തലയിലെ വാളിൽ ഇങ്ങനെ അടിച്ചോണ്ട് പറയുന്നുണ്ട്, എടോ അതെങ്ങനെ നടക്കും? തനിക്കല്ലേ ഈ ലോകത്തിൽ വെച്ച് തന്നെ പ്രായം കൂടുതൽ, ഇനി തന്നെക്കാളും പ്രായം കൂടുതൽ പെണ്ണിനെ എവിടുന്ന് കിട്ടാനാ? ജാറുളിനെ ആടി നല്ലപോലെ വേദനിച്ചിട്ടുണ്ട്. ഡോറി ആണെങ്കിൽ ചാടി വന്നിട്ട് ഉസോപ്പിനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ജാറുൽ സമയുടെ തലയിലിരിക്കുന്ന വാളിൽ അങ്ങനെ കയറി തൊടരുതെന്ന്. ഉടനെ ഉസോപ്പ് ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആ തലയിലിരിക്കുന്ന വാൾ വലിച്ചൂരി എടുക്കാൻ പറ്റുന്ന ഒരു വാരിയർ പോലും ഇല്ലേ? ബ്രോഗി ആണെങ്കിൽ പറയുന്നുണ്ട്, ഒന്ന് ചുമ്മാ ഇരിയടാ അവിടുന്ന്, അങ്ങനെ കാണും ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ബ്ലീഡിങ് ഒന്ന് മരിച്ചു പോകുന്നു. ബ്രൂക്ക് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, യുസോപ്പ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണല്ലോ എന്ന്. ഉടനെ നാമി പറയുന്ന, അവൻ മാത്രമല്ല താനും അങ്ങനെ തന്നെയാണെന്ന്. പിന്നെ നാമി പറയുന്നുണ്ടാ, ഇതിലിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം ഇവിടെ വരിക എന്നുള്ള ഉസോപ്പിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ ആണെന്ന്. ഉടനെ ജിംബെ പറയുന്നുണ്ട്, അത് കാണുമ്പോൾ തന്നെ അറിയാനുണ്ടെന്ന്. ഇപ്പൊ സാഞ്ചി ആണെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഗേഡ് ജാൻ ഇത് എവിടെ പോയി? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗേഡ് ആണെങ്കിൽ ആ റോഡ് കൊണ്ടുവന്ന പരിക്ക് പറ്റിയ ജയൻസിനെ ഒക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗേഡ് ഇങ്ങനെ പറയുന്നു, ഇതിലെ ഒരു ജയന്റിന്റെ ആണെങ്കിൽ കയ്യിലെയും കാലിലെയും എല്ലിനൊക്കെ നല്ല പൊട്ടലുണ്ട്. അതേപോലെ തന്നെ മറ്റേ ജയന്റിനെ എന്തോ ഒരു ഷാർപ്പായിട്ടുള്ള ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ച പോലെ ഉണ്ട്. ഒരു നോർമൽ മനുഷ്യൻ ഇത്രയും ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഗേഡ് ചോദിക്കുന്നു. എന്താ പറ്റിയതെന്ന് നീ തെളിച്ചു പറ. കൊട്ടാരത്തിൽ നിൽക്കുന്ന കാവൽക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്ന അത്ര സ്വാഭാവികമായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ അല്ല എന്ന് ഗേഡ് റോഡിനോട് പറയുന്നു. അപ്പൊ റോഡ് പറയുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല, ഞാൻ പുതിയതായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മറ്റേ ലെഗോ ബ്ലോക്ക് കൊണ്ടുള്ള കൊട്ടാരത്തിന് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ പോയതാ. അങ്ങനെ ചെന്നപ്പോൾ അതേ ഡോറ് പൊളിഞ്ഞു കിടക്കുന്നു. അകത്ത് ചെന്നപ്പോൾ ഗാർഡ്സ് എല്ലാം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു എന്ന്. ഗേഡ് ചോദിക്കുന്നുണ്ട്, ഈ സംസാരിക്കുമ്പോൾ നീ എന്താ ഇത്രയും വേർക്കുന്നത്? ഇപ്പൊ അത്രയ്ക്ക് ചൂടുണ്ടോ എന്ന്? അത് നിന്റെ ഈ നോട്ടം കൊണ്ടാണ് പെണ്ണെ എന്നൊക്കെ ഉള്ള ഒരു ലൈനിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ റോഡ്. ഇപ്പൊ ഗേഡ് പറയുന്നത്, എന്നാ നീ ഒന്നും പറയണ്ട, ഞാൻ ഈ ഗാർഡ്സിനെ എഴുന്നേപ്പിച്ച് അവരോട് തന്നെ ചോദിച്ചോളാമെന്ന്. ഉടനെ റോഡ് പറയുന്നുണ്ട്, വേണ്ട, അവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന്. അപ്പൊ ഗേഡ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ജാറുൽ സമയം എടുത്ത് റിപ്പോർട്ട് ചെയ്തേക്കാം.
വേണ്ട, അവരിപ്പോൾ പാർട്ടിയിലല്ലേ, അതിന്റെ മൂഡ് വെറുതെ കളയണ്ടെന്ന് റോഡ് പറയുന്നു. അവിടെ നല്ല പാർട്ടിയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ തെളിവില്ലാത്ത കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞിട്ട് അവരെ ടെൻഷനാക്കി വെറുതെ അതിന്റെ മൂഡൊക്കെ കളയുന്നത് എന്തിനാണെന്ന് ഈ റോഡ് ഇങ്ങനെ നിന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഗേഡിന് ചെറിയൊരു ഡൗട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. റോഡ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ലൂഫി സോറോയും തിരിച്ചു വരുന്നത് വരെ ഈ കാര്യം ഒന്നും ആരും അറിയാതെ സൂക്ഷിക്കണം. എങ്ങാനും അതിനു മുമ്പ് എല്ലാം പുറത്തായി കഴിഞ്ഞാൽ ലോക്കിയുടെ എസ്കേപ്പിൽ എനിക്കും പങ്കുണ്ടെന്നേ ഇവർ കരുതത്തുള്ളൂ. പിന്നെ ആ ലോക്കിയെ ഇവിടുന്ന് റിലീസ് ചെയ്ത് വിടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാര്യം അതോടുകൂടി മാറണ എൽബാഫി നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ. പിന്നെ അവൻ ഇവിടുന്ന് പുറത്തു പോയി വേറെ ഐലൻഡിലൊക്കെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയാലും നമുക്കെന്താ. പക്ഷേ ആ റെഡ് ഹെയർഡ് ഷാങ്സിന്റെ അതേ രൂപത്തിലുള്ള ഒരുത്തൻ ഇവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം മറച്ചു വെക്കുന്നത് വലിയ പ്രശ്നമാകും. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റോഡിന്റെ തലക്കിട്ട് തന്നെ ഗേഡാ കോടാലി തിരിച്ചൊരു അടി കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തൊക്കെയോ അറിയാമെന്ന് എനിക്കറിയാം, മര്യാദക്കെല്ലാം പറഞ്ഞോളാൻ. ഇപ്പൊ നമ്മളെ അണ്ടർവേൾഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ ലൂഫി സോറോയും കൂടെ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം. സോറോ ചോദിക്കുന്നു, ലൂഫി ഇവിടെ നീ പറഞ്ഞ പോലെ അല്ലല്ലോ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഇപ്പോ. അപ്പൊ ലൂഫി പറയുന്നു, കാര്യം ഞാൻ പോകുമ്പോ ഇവിടുത്തെ അവസ്ഥയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, ഇതിപ്പോഴെന്തോ സംഭവിച്ച കാര്യങ്ങളാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ മൃഗങ്ങളെ ആരോ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. ഹേ ഗൈസ്, ലോക്കി എന്താ സംഭവിച്ചേ, ആരാ നിങ്ങളോട് ഇതൊക്കെ ചെയ്തേ എന്നിങ്ങനെ ലൂഫി അവിടെ വന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾ എന്തൊരു വലിയ ജയന്റ് ആണെന്ന് സോറോ ഇങ്ങനെ ആലോചിക്കുന്നു. ലോക്കി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാന്ന് ലൂഫി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ലോക്കി ഇങ്ങനെ തല താഴ്ത്തി കിടക്കുകയാണ്. അപ്പോൾ ശ്വാസം വിടുന്നുണ്ട്. ഉടനെ ലൂഫി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, ശ്വാസമുണ്ട്. ലൂഫി ആണെങ്കിൽ ഉടനെ താക്കോലും കൊണ്ട് ലോക്കിയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോറോ പറയുന്നുണ്ട്, ലൂഫി നിക്കി, അവനെ തുറന്നു വിടരുത്, ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാമെന്നാണ് നമ്മൾ ഉറപ്പിച്ചത്. അപ്പൊ ലൂഫി പറയുന്നുണ്ട്, എന്റെ സോറോ ഇത്രയും മുറിവുകളൊക്കെ ഉള്ള ഈ ഒരു അവസ്ഥയിൽ ഇവൻ ഇനി നമുക്ക് ഒരു അപകടം ഉണ്ടാക്കാൻ പോകുന്നില്ല, നീ വന്ന് എന്നെ ഒന്ന് സഹായിക്കുക. ഇപ്പൊ ലൂഫിക്കാണെങ്കിൽ ആ വിലം കഴിക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സീപ്രിസം സ്റ്റോൺ വെച്ചിട്ടാണെന്ന് ഇങ്ങനെ സോറോ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഈ ജയന്റ് മൃഗങ്ങൾക്കൊക്കെ ഇതെന്തായി സംഭവിച്ചതെന്ന് സോറോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ ലൂഫി അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ലൂഫി നിക്കേ, നീ തിടുക്കം കാണിക്കാതെ എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ലൂഫി പറയുന്നുണ്ട്, ഈ ജയന്റ് മരിക്കാറായി കിടക്കുക, നമ്മൾ ഇവനെ സഹായിക്കണം. അപ്പൊ സോറോ പറയുന്നുണ്ട്, ഞാൻ ഇവനെ സഹായിക്കാൻ ബാധ്യസ്ഥനല്ല എന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ. പിന്നെ ഞാൻ ഇവനോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. എനിക്ക് ആകെ ഇവനെ പറ്റി അറിയാവുന്നത് ആ ജയൻസ് പറഞ്ഞ മോശം കഥകൾ മാത്രമാണ്. പിന്നെ നമ്മളിപ്പോ റിലീസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഓർസിന്റെ സൈസിലുള്ള ഇവൻ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയാൽ അത് ഈ എൽബാഫിനെ തന്നെ അപകടത്തിലാക്കും. അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സോറോ ചാടി ചെന്ന് ലോക്കിയുടെ ഒരു മുറിവിൽ ഒറ്റ ചവിട്ടി ഔട്ടുന്നുണ്ട്. ഇത് കണ്ട് കണ്ണു തള്ളി ലൂഫി ചോദിക്കുന്നുണ്ട്, സോറോ നീ എന്തായി ചെയ്യുന്നതെന്ന്. ലോക്കി ശരിക്ക് വേദന എടുത്തിട്ട് അലറുന്നുണ്ട്. ആ സൗണ്ട് ആണെങ്കിൽ അണ്ടർവേൾഡ് ഫുൾ ഇപ്പൊ കേൾക്കാം. ഇപ്പൊ സോറോ പറയുന്നുണ്ടാ, അപ്പം മുറിവും ചോരയൊക്കെ ഉള്ളത് തന്നെയാണ്, ഫേക്ക് ചെയ്യുന്നതല്ല. ഇപ്പൊ ലോക്കി ആണെങ്കിൽ തല ചെറുതായിട്ടൊന്ന് ഉയർത്തിയിട്ട് സോറോയോട് ചോദിക്കുന്നുണ്ട്, എടാ നാറി ആരാടാ നീ എന്ന്. എന്നിട്ട് ഉടനെ തന്നെ ലോക്കിയുടെ ബോധം പിന്നെയും പോകുന്നുണ്ട്. അപ്പൊ ലൂഫി ആണെങ്കിൽ അയ്യോ ചത്തി ചത്തി ചത്ത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഉടനെ സോറോ പറയുന്നുണ്ട്, ആ ചത്തെങ്കിൽ അതവന്റെ വിധിയാണെന്ന്. ഉടനെ ലൂഫി ചോദിക്കുന്നു, എന്തൊരു ദുഷ്ടനാടാ സോറോ നീ. ഇപ്പൊ സോറോ പറയുന്നു, ശരി നമുക്ക് അവന്റെ വിലം കഴിക്കാം, പക്ഷെ അവന്റെ ഒരു കാലിലെ കഫ് നമ്മൾ അഴിക്കൂല. കാര്യം അവന് ബോധം വരുമ്പോ നമുക്ക് അവനോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇപ്പൊ ലൂഫിക്ക് ആകെ സന്തോഷമായിട്ടുണ്ട്. ലൂഫി പറയുന്നുണ്ട്, ശരി എന്നാ ഇവന്റെ മുറിവെല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചോപ്പറിനെ വിളിച്ചോണ്ട് വരാമെന്ന്. അപ്പൊ സോറോ പറയുന്നു, ചോപ്പർ ഇപ്പൊ ലൈബ്രറിയിലല്ലേ ഉള്ളത്, ഇവിടുന്ന് ലൈബ്രറിയിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതേസമയം പാർട്ടി നടക്കുന്ന ഗ്രാമമാണെങ്കിൽ അടുത്താണ്, അവിടെ എന്തായാലും ഡോക്ടർമാരും കാണും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കിയെ ഫ്രീ ആക്കാനാണ് നമ്മുടെ പ്ലാൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഇവിടുന്ന് പുറത്താക്കും. അപ്പൊ ലൂഫി പറയുന്നുണ്ട്, അതിപ്പോ എന്തായാലും സംഭവിക്കും, ഞാൻ എന്തായാലും പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. അതേപോലെ തന്നെ നമുക്ക് കുറെ ഇറച്ചി ആവശ്യം വരും, കാര്യം ഫുഡ് അടിക്കാതെ ഇവൻ റിക്കവർ ആവില്ല. അപ്പൊ സോറോ പറയുന്നുണ്ട്, ഇറച്ചിക്ക് ഇനിയും വേറെ പോകുന്നത് എന്തിനാ, ഇവിടെ ഇഷ്ടം പോലെ ഇറച്ചി ഇപ്പൊ കിടപ്പുണ്ടല്ലോ എന്ന്. ഉടനെ ലൂഫി അവിടെ കിടന്ന് അലറുന്നുണ്ട്, സോറോ നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി, ഈ കിടക്കുന്ന മൃഗങ്ങളെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്, ഈ കാട്ടിൽ വേറെ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ടല്ലോ, നമുക്ക് അതുങ്ങളെ വല്ലതും പിടിച്ച് തട്ടാം. ഉടനെ സോറോ ചോദിക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്ന ഈ മൃഗങ്ങളാണെങ്കിലും കാട്ടിലുള്ള മൃഗങ്ങളാണെങ്കിലും എല്ലാം ഇറച്ചി സെയിം അല്ലേ എന്ന് വെച്ച് എന്റെ കൂട്ടുകാരെ ഞാൻ എങ്ങനെയാടാ തിന്നുക എന്ന് ലൂഫി ഇങ്ങനെ സോറോയോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആ മനസ്സിലായി തെറ്റെന്റെ ഭാഗത്താണെന്ന് സോറോ പറയുന്നു. ആ ശരിയെന്നാ ഞാനിപ്പോ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം, ഇവിടുത്തെ കാര്യമെല്ലാം ഞാൻ നിനക്കങ്ങ് വിടുകയാണേ എന്ന് പറഞ്ഞിട്ട് ലൂഫി അങ്ങോട്ട് പോകുന്നു. അപ്പൊ സോറോ ഓക്കെ ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലൂഫി ഇങ്ങനെ എന്തോ മേളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതിപ്പോ എന്തായി വരുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. നോക്കി കഴിയുമ്പോൾ മേളിൽ നിന്ന് എന്തോ താഴേക്ക് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പൊ അതിൽ നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇത് നടക്കാത്ത കാര്യമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ ഹാജറുദ്ദീനും സ്റ്റാൻസനും ഗോൾഡ്ബർഗും ഗേഡും റോഡും സാഞ്ചിയും ഒക്കെ കൂടി ഇങ്ങനെ താഴോട്ട് വരികയാണ്. റോഡ് പറയുന്നുണ്ട്, നമ്മൾ ഈ അണ്ടർവേൾഡിലേക്ക് എൻ്റർ ആകുമ്പോഴത്തേക്ക് ഈ മേഘങ്ങളെല്ലാം മാഞ്ഞു പോകും, ഡിസപ്പിയർ ആയി പോകുന്നു. പക്ഷേ ഈ ബോട്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ അത് മേഘങ്ങൾ വേണമല്ലോ, അതിൽ കൂടെ ഫ്ലോട്ട് ചെയ്തല്ലേ ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വന്ന ആ ഒരു മേഘത്തിന്റെ ഫ്ലോട്ടിംഗ് പവർ ഉപയോഗിച്ച് മാക്സിമം ഒന്നൊരു സേഫ് ലാൻഡിങ്ങിന് നോക്കാമെന്നായിരുന്നു ഹാജറുദ്ദീൻ്റെ ഒരു പ്ലാൻ.
അപ്പോൾ സാഞ്ചി ആണെങ്കിൽ പറയുന്നുണ്ട് ഗേഡിജാൻ വീഴുകയാണെങ്കിൽ ഞാൻ തന്നെ സേവ് ചെയ്യാമെന്ന് പറഞ്ഞ് സാഞ്ചി നിൽക്കുന്നുണ്ട്. ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ റെയിൻബോ റോഡൊന്നും ഉപയോഗിച്ച് വരാനുള്ള ഒരു ടൈം ഇല്ലായിരുന്നല്ലോ എന്ന് സ്റ്റാൻസനും പറയുന്നുണ്ട്. അതെ, ലോക്കി എങ്ങാനും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം നരകമായി പോകുമെന്ന് ഗോൾഡ്ബർഗും പറയുന്നു. അപ്പോൾ എന്തായാലും അവരുടെ പ്ലാൻ നടക്കുന്നില്ല. ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേഘങ്ങളൊന്നും കിട്ടുന്നില്ല. ബോട്ട് നേരെ താഴേക്ക് കൊലാപ്സ് ആവുകയാണ്. അപ്പോൾ ഹാജുറുദ്ദീൻ ഇവരോട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കൂ ഗൈസ്, എൻ്റെ ജഡ്ജ്മെന്റ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്ന്. അപ്പോൾ ഗോൾഡ്ബർഗ് പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെ കുറ്റമൊന്നും പറയില്ലടാ, നീ എൽബാഫിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഈ റിസ്ക് എടുത്തതെന്ന്. എനിക്ക് ചാവുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് റോഡ് അവിടെ കിടന്ന് കരയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലൂഫി ആണെങ്കിൽ ഗമുഗമിനോ ബലൂൺ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ബോഡി വീർപ്പിച്ചിട്ട് അതിലേക്ക് ആ ബോട്ട് വന്ന് വീണിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടാണെങ്കിൽ വന്ന് ആ ബലൂണിൽ തട്ടിയിട്ട് തിരിച്ച് ബൗൺസ് ചെയ്ത് മേപ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തെറിച്ചൊന്ന് പോയി വീണതിൻ്റെ ഒരു ചെറിയ ഇഞ്ചുറീസ് ഒക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. ഹാജറുദ്ദീൻ ആണെങ്കിൽ ലൂഫിയോട് താങ്ക്സ് പറയുന്നുണ്ട്. സ്റ്റാൻസൺ പറയുന്നത് ഞങ്ങൾക്കിപ്പം നല്ല പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ, ആ മേളിൽ നിന്ന് വന്ന വരവ് അതേപോലെ വന്ന് വീണിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ ചത്തേനെ. ഹാജറുദ്ദീൻ പറയുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും സ്പീഡിൽ വന്നത്. എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തി. നീ ലോക്കി ഒരു കാരണവശാലും റിലീസ് ചെയ്യരുത് സ്ട്രോ ഹാറ്റ്. നിങ്ങളുടെ പ്ലാനിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ റോഡിനെ കൊണ്ട് പറയിപ്പിച്ചു. റോഡാണെങ്കിൽ ഇപ്പോൾ സോറി ലൂഫി ടാസോ എന്ന് പറയുന്നുണ്ട്. ഹാജറുദ്ദീൻ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ലോക്കിയെ വിശ്വസിക്കരുത്. അവൻ ദുഷ്ടനും അതേപോലെ തന്നെ സൂത്രശാലിയും പിന്നെ കണ്ണിച്ചോരയില്ലാത്തൊരു വൃത്തികെട്ട തെണ്ടിയുമാണ്. ഞങ്ങൾക്കെല്ലാം കുട്ടിക്കാലം തൊട്ടേ അവനെ അറിയാവുന്നതാണ്. അവൻ എല്ലാവരെയും സംസാരിച്ച് വീഴ്ത്താൻ പറ്റും. അതൊക്കെ അവൻ്റെ ഒരു ട്രിക്കാ. ഇന്നലെ വരെ തോളി കൈയിട്ടോണ്ട് നടന്നൊരുത്തനെ ഇന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അവൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ തട്ടിക്കളയും. അത്രയ്ക്ക് ക്രൂരനായിട്ടുള്ള ഒരു രാക്ഷസനാണ് അവൻ. ചുരുക്കി പറഞ്ഞാൽ അവൻ ഈ ലോകത്തിന്റെ തന്നെ ശത്രുവാണ്. ഇപ്പൊ സോറോ എന്തായാലും അവരോട് പറയുന്നുണ്ടാ എന്തായാലും നിങ്ങൾ കുറച്ച് വൈകിപ്പോയി എന്ന്. ലോക്കിയുടെ ആ ചങ്ങല വലിയുന്ന ഒരു സീൻ ഇപ്പൊ നമുക്ക് കാണാം. ഉടനെ ആ സൗണ്ട് കേട്ടിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഹാജറുദ്ദീൻ ഇങ്ങനെ തിരിയുന്നുണ്ട്. യെസ്, ലോക്കി എഴുന്നേറ്റിരിക്കുകയാണ് ഗൈസ്. ലൂഫിയോട് താ നിൽക്കുമ്പോൾ ഉള്ള സൈസ് ഡിഫറൻസ് നോക്കിക്കേ. സൂപ്പർ ഒരു പാനൽ തന്നെ കേട്ടാ. ഇനി എന്തായാലും കിടിലൻ സംഭവങ്ങൾ ലോഡിങ്. ഹാജറുദ്ദീനും ടീമും ഒക്കെ ലോക്കി എഴുന്നേറ്റത് കണ്ടിട്ട് ഇങ്ങനെ കിളി പറന്ന് നിൽക്കുന്നുണ്ട്. ഇതെന്തായത് ഇവൻ ഇത്രയും നേരം ബോധം ഇല്ലാണ്ട് കിടക്കുമല്ലായിരുന്നു എന്ന് ചോദിച്ച് ലൂഫി ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ ലോക്കി ആണെങ്കിൽ അടുത്തുള്ളൊരു ഹാമർ ഇങ്ങനെ എടുക്കുന്ന നമുക്ക് കാണാം. ഉടനെ ഹാജറുദ്ദീൻ ഇപ്പൊ അലറുന്നുണ്ട്. നിർത്ത് ലോക്കി, നീ ഒരിക്കലും റാഗ്നർ കൈകൊണ്ട് എടുക്കരുത് എന്ന് പറയുന്നു. റാഗ്നർ എന്നാണ് അപ്പൊ ആ ഹാമറിന്റെ പേര് വരുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്ന അയൺ തണ്ടർ എന്നാണ്. ഇടിമിന്നൽ എൽബാഫിന്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആണെന്നാണ് റിപ്ലൈ പറഞ്ഞത് ഈ ചാപ്റ്ററിൽ. ലോക്കി ഇനിയിപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും ചെയ്യാൻ പോകാന്ന് ഓടയ്ക്ക് മാത്രം അറിയാം. എന്തായാലും ലൂഫിക്ക് ഇടിമിന്നലൊക്കെ വെറും പിള്ളേർ കളിയായിരിക്കും, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ വല്ലാത്തൊരു ചിരി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ലോക്കി നിൽക്കുന്ന ആ ഒരു ക്ലിഫ് ഹാങ്ങർ സീനിൽ ഈ ചാപ്റ്റർ എൻഡ് ആവുകയാണ് ഗൈസ്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയും ബ്രേക്ക് ഇല്ല. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഈ ചാനൽ ഒന്ന് റീച്ച് ആക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണുന്നവരേക്കും ബൈ ബൈ.